നമസ്കാരം. ഇന്ത്യയിൽ പാസഞ്ചർ കാർ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിൽക്കുന്ന വാഹന നിർമ്മാണ കമ്പനി മാരുതി സുസുക്കി തന്നെയാണ്. പക്ഷേ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ 51% ഏകദേശം ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് മാരുതി സുസുക്കി. അതിപ്പോൾ ഒറ്റയടിക്ക് 40-ന് അടുത്തേക്ക് വന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളുടെ കൃത്യമായിട്ടുള്ള നല്ല രീതിക്കുള്ള ടെക്നോളജിയുമായിട്ട് അവർ നല്ല മത്സരം കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്തിനാണ് ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഒരു വാഹനം ലോഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ വെച്ചിട്ട് അത് ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഇന്ന് ലോഞ്ച് ചെയ്യും, നാളെ ലോഞ്ച് ചെയ്യും, നാളത്തെ കഴിഞ്ഞ് ലോഞ്ച് ചെയ്യും എന്ന് പറഞ്ഞ് നീട്ടി കൊണ്ടുപോയി ഈ ഒരു വാഹനത്തിനോടുള്ള താല്പര്യം മൊത്തത്തിൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നഷ്ടപ്പെടുത്തിയ ഒരു വാഹനമാണ് മാരുതി സുസുക്കിയുടെ ഈ വിറ്റാര. നമുക്കറിയാം 2025 ജനുവരി മാസത്തിലെ ഭാരത് മൊബിലിറ്റി ഷോയിൽ ഈ ഒരു വാഹനം കാണിച്ചതാണ്. പിന്നീട് 2025 ഡിസംബർ മാസത്തിൽ ഈ ഒരു വാഹനത്തെ ഒന്നുകൂടെ കാണിച്ചു. ആ ഒരു സമയത്ത് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും എന്ന് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഈ ഒരു വാഹനം ഇപ്പോൾ UK വിൽക്കുന്നുണ്ട്. അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. എല്ലാം അറിയാം, ഇനി പ്രൈസ് മാത്രം അറിഞ്ഞാൽ മതി. ഇന്ത്യയിലേക്ക് എന്ന് വരും, ഇത്രയും കാര്യങ്ങളെ അറിയാനുള്ളൂ. പക്ഷേ ഡിസംബർ 25, 2025 ഫസ്റ്റ് വീക്കിൽ ഈ ഒരു വാഹനം കാണിച്ചപ്പോൾ വാഹനത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇവർ പറഞ്ഞത് ഇപ്പം 2000-ഓളം ചാർജിങ് സ്റ്റേഷനുകൾ നമുക്കുണ്ട്, 1100-ഓളം സിറ്റീസിൽ നമ്മൾ ചാർജിങ് സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യും, 2030 അത് 1,00,000-ന് മുകളിൽ ചാർജിങ് സ്റ്റേഷൻ കൊണ്ടുവരും. ഈ ചാർജിങ് നെറ്റ്വർക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം പാരലായിട്ട് മഹീന്ദ്രയും ടാറ്റയൊക്കെ മിണ്ടാതിരുന്ന വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി നല്ല വാഹനങ്ങൾ നിർമ്മിച്ച് ഇറക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു, എക്സ്പെഷ്യലി ഇലക്ട്രിക് വാഹനം. അപ്പോഴും മാരുതി സുസുക്കി അവരുടെ ഈ ഒരു തണുപ്പൻ നയം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ എടുത്തു വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു വാഹനം ഇനി വന്നാലെന്താ വന്നില്ലെങ്കിൽ എന്താ, അങ്ങനെ ഒരു രീതിക്ക് കസ്റ്റമേഴ്സ് ആയിക്കഴിഞ്ഞു. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാഹനം വന്നിട്ടുണ്ട്, ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ഇതിൻ്റെ പ്രൈസ് ലീക്കായി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം വേറൊന്നുമല്ല, മാരുതി സുസുക്കിയുടെ ഒഫീഷ്യലായിട്ടുള്ള നെക്സയുടെ വെബ്സൈറ്റ് വഴി ഇതിൻ്റെ പ്രൈസൊക്കെ വന്നു എന്നുള്ള വാർത്തകളൊക്കെ വെളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഡാറ്റയാണോ എന്നുള്ള കാര്യം ഇത് ജിംനി ഡേയ്സിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. 9,99,000-ന് ലോഞ്ച് ചെയ്യാനിരുന്ന വണ്ടിയാണ് 18 ലക്ഷം രൂപയ്ക്കൊക്കെ ഓൺ റോഡ് ഇറക്കുന്ന രീതിയിൽ കൊണ്ടുവന്നത്. ജിംനി കംപ്ലീറ്റ്ലി ഫ്ലോപ്പായി പോയി എന്നുള്ളത് 100% സത്യം തന്നെയാണ്. ആ ഒരു ഗതി ഇതിന് വരല്ലേ എന്നാണ് പ്രാർത്ഥന. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനമായിട്ടുള്ള ഈ വിറ്റാരയുടെ പ്രൈസ് വന്നിട്ടുണ്ട്. ഏറ്റവും ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിക്ക് ആദ്യമേ തന്നെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു വാഹനം മത്സരിക്കാൻ പോകുന്നത് ആരോടാണ്? പ്രൈസൊക്കെ നമുക്ക് പറയാം. മത്സരിക്കാൻ പോകുന്നത് ടാറ്റ ഹാരിയറോടാണ്, അല്ലെങ്കിൽ Harrier.ev എന്ന് പറയുന്ന വാഹനത്തോടാണ്, അല്ലെങ്കിൽ BE6 XEV9e. ഇനി വരാൻ പോകുന്ന സിയറ, അല്ലെന്നുണ്ടെങ്കിൽ ടാറ്റയുടെ കർവ് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമാണ്. അപ്പോൾ അതിനെ ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതും ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനം തന്നെയാണ്. അപ്പോൾ ആ ഒരു കമ്പാരിസൺ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം ഒന്നുമല്ല ടാറ്റയുടെ Harrier.ev, ഇനി വരാൻ പോകുന്ന സിയറ EV, BE6 XEV9e എന്ന് പറയുന്ന ഈ 4 വാഹനങ്ങൾ എടുത്തു നോക്കിയാൽ ഇതിൻ്റെ ഒന്നും 7 അയലത്ത് ഈ ഒരു വാഹനം എത്തില്ല എന്നുള്ള രീതിക്ക് തന്നെ നമുക്ക് പറയാം. അതിന് കാരണമെന്ന് പറയുന്നത്, ആ വാഹനങ്ങളൊക്കെ റിയർ വീൽ ഡ്രൈവാണ്. അത് മാത്രമല്ല അതിൻ്റെ സ്പെസിഫിക്കേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ ടെക്നോളജി വൈസുള്ള അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കോട്ടെ, എക്സ്പെഷ്യലി ഇലക്ട്രിക് കാറുകൾ വാങ്ങുമ്പോൾ ടെക്നോളജി നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. ഇതും സ്കേപ്പ് ബോർഡ് ആർക്കിടെക്ചറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്, ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം തന്നെയാണ്. നിങ്ങൾ ഇതിൻ്റെ ഒരു പവർ ഫിഗർ ഒന്ന് നോക്കൂ. അതായത് 2 ബാറ്ററി പാക്കിലാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. 49 kWh-ഉം 61 kWh-ഉം. 49 kWh ബാറ്ററി പാക്കിന് 144 PS പവർ മാത്രമാണുള്ളത്. 61 ആകുമ്പോഴത്തേക്കും 170+ പവർ കൂടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു ആവറേജ് ഒരു കിലോമീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 550-നടുത്താണ് ഇവർ ക്ലെയിം ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വാഹനം BE6 XEV9e, Harrier.ev, സിയർ എന്തായാലും വരട്ടെ. അത്തരം വാഹനങ്ങളുമായിട്ട് കോമ്പറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആരെങ്കിലും അതിനെ കൺസിഡർ ചെയ്യുമോ? വാഹനം മോശം എന്നുള്ളതല്ല, കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളായിട്ടുള്ള ടാറ്റ മോട്ടോഴ്സ് സർവീസ് മോശമാണ് എന്നുള്ള പൊതുവെ ഒരു ചർച്ചയുണ്ട്, അത് നമുക്കറിയാം. ഇപ്പോൾ മഹീന്ദ്രയുടെ BE6 ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റ് മെറ്റലൊക്കെ അത് അത്രത്തോളം രീതിയിൽ ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്.
അതേ രീതിക്ക് തന്നെ, അതായത് പ്രതാപ് ബോസാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണോ ആ ഒരു വാഹനത്തിൻ്റെ കോൺസെപ്റ്റ് കാണിച്ചത് അതിനോട് 95% നീതി പുലർത്തിയിട്ടാണ് ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നത്. അത്തരത്തിൽ ഒരു വാഹനം ഇന്ത്യൻ വാഹന നിർമ്മാതാവ് നിർമ്മിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അഭിമാനകരമായിട്ടുള്ള നേട്ടം തന്നെയാണ്. പക്ഷേ ഈ വിറ്റാര എന്ന് പറയുന്ന വാഹനം ഇബെല്ലാം എന്തായാലും വരും, ടൊയോട്ട വേറൊരു രീതിയിൽ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, തീർച്ചയാണ്. രണ്ടും സെയിം തന്നെയാണ്. പക്ഷേ ഈ വാഹനം കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആരോടാണ്? ഈ പറയുന്ന BE6 XEV9e Harrier.EV. ഇപ്പോൾ ഇത് വാങ്ങാൻ പോകുന്ന ഒരാൾ തീർച്ചയായിട്ടും ഇത് ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും Harrier.EV ഉണ്ട്, BE6 ഉണ്ട്, XEV9e ഉണ്ട്. ഏത് വാഹനത്തിലേക്ക് പോകും? തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തെ കൺസിഡർ ചെയ്യുമോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിൽക്കുന്ന ഇലക്ട്രിക് വാഹനം എന്ന് പറയുന്നത് വിൻസറാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്പർ വിൽക്കുന്നത് എന്ന് പറയുന്നത് ടോട്ടൽ നോക്കുമ്പോഴത്തേക്കും ടാറ്റയുടെ വാഹനം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് മാരുതി സുസുക്കിയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് മാരുതിക്കുള്ള ഒരു വിശ്വാസം. പക്ഷേ ആ ഒരു വിശ്വാസം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ കാലം മാറി, ആളുകൾ ഒരുപാട് പ്രതീക്ഷയോടെ ഈ ഒരു വാഹനത്തെ കാത്തിരുന്നു. ഈ ഒരു വാഹനം വന്നില്ല, ഇപ്പോൾ വരും, നാളെ വരും എന്ന് പറഞ്ഞങ്ങ് നീണ്ടുപോയി. ഇവിടെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ലീക്കായിട്ടുള്ള ഒരു പ്രൈസ്, അതായത് നെക്സയുടെ ഷോറൂമിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ലീക്കായ പ്രൈസ് പ്രകാരം അപ്രോക്സിമേറ്റ്ലി 25 ലക്ഷത്തിൻ്റെ അടുത്താണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് പറഞ്ഞത്. പക്ഷേ അതൊന്നുമല്ല കാര്യം. ഇതിൻ്റെ 3 വേരിയൻ്റ് ആണുള്ളത്, ഡെൽറ്റ, സീറ്റ, ആൽഫ. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ബേസിക് വേരിയൻ്റ് എന്നുള്ള രീതിക്ക് കണ്ടാൽ മതി. അവിടെ 49 kWh ബാറ്ററി പാക്കിൻ്റെ വേരിയൻറ്റ് മാത്രമാണുള്ളത്. പിന്നെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് 10,99,000 രൂപയാണ്, 11 ലക്ഷം രൂപ. അതുമാത്രമല്ല ബാറ്ററി ആസ് എ സർവീസ്, അത് 2025 ഡിസംബറിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ കൊണ്ടുവരും എന്നുള്ളത്. അത് MG കൊണ്ടുവന്നൊരു സംഭവമാണ്. നമുക്കറിയാം ഈ പറയുന്നത് പോലെ ഇൻട്രൊഡക്ടറി പ്രൈസ് മഹീന്ദ്ര കൊണ്ടുവന്നൊരു കാര്യമാണല്ലോ. ഇപ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ 10,99,000, നമുക്ക് 11 ലക്ഷം എന്ന് തന്നെ കരുതാം. ഈ 11 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാഹനം കിട്ടും, ബാറ്ററി കിട്ടില്ല. ബാറ്ററി അതിനകത്തുണ്ടാവും. അത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റെൻ്റലായിട്ട് അത് പർച്ചേസ് ചെയ്യണം. ഏകദേശം 4 രൂപ പെർ കിലോമീറ്റർ എന്നുള്ള രീതിക്ക്, 3.99 ആ ഒരു രീതിക്ക് പെർ കിലോമീറ്റർ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറയുന്ന ആ ഒരു പ്രൊവിഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നോക്കിയാൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ഒരു 17 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരും. അപ്പോൾ ഈ 17 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ബേസിക് വേരിയൻറ്റ് വന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രിക് വാഹനം എടുക്കുന്ന ഒരാൾ 17 to 18 lakhs ഒരു വാഹനത്തെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് സ്ട്രെച്ച് ചെയ്തിട്ട് നല്ലൊരു വാഹനത്തിലേക്ക് പോകും. വിൻസർ EV എന്ന് പറയുന്ന നല്ലൊരു വാഹനമുണ്ട്. അത് മാത്രമല്ല ഹാരിയർ പോലുള്ള വാഹനം, കെർവ് പോലുള്ള വാഹനം, അത്രത്തോളം റിലയബിൾ ആയിട്ടുള്ള വാഹനങ്ങളുണ്ട്. റിലയബിൾ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ടെക്നോളജി എന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. അത് മാത്രമല്ല റിയർ വീൽ ഡ്രൈവ് ആണ്, അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. മാത്രമല്ല 8 വർഷം ബാറ്ററിക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. 3 വർഷത്തിനുള്ളിൽ 60% ബൈബാക്ക് ഗ്യാരണ്ടി ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ഇപ്പോൾ വെളിയിലോട്ട് വന്നിട്ടുണ്ട്, 10,99,000 രൂപ. ബാറ്ററി ആസ് എ സർവീസും അവൈലബിൾ ആണ്. 3.99 രൂപ കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറയുന്ന സബ്സ്ക്രിപ്ഷൻ പ്ലാനിൻ്റെ റേറ്റ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. 61 kWh ബാറ്ററി പാക്ക്, 49 kWh ബാറ്ററി പാക്ക്, ഈ 2 ബാറ്ററി പാക്കിലാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇലക്ട്രിക് വാഹനം വാങ്ങുമ്പോൾ കൃത്യമായിട്ടുള്ള ടെക്നോളജി എന്താണെന്ന് നോക്കി, പ്ലാറ്റ്ഫോം എന്താണെന്ന് നോക്കി, ഏത് ടൈപ്പ് ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കി, റിയൽ വേൾഡ് റേഞ്ച് എത്ര കിട്ടും എന്ന് നോക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിന് ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.